44-ാം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കോഴിക്കോട് ബുക്ക് ആൻഡ് പ്രിന്റ് പ്രസിദ്ധീകരിച്ചു. പി.ടി. യൂനുസ് എഴുതിയ ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ പ്രശസ്ത എഴുത്തുകാരി കെ.പി. സുധീര എം.എ. സുഹൈലിന് നൽകി പ്രകാശനം ചെയ്തു. ഭാഷയുടെ സൗന്ദര്യം കൊണ്ട് ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ എന്ന പുസ്തകം മനോഹരമാണെന്നവർ അഭിപ്രായപ്പെട്ടു. നിത്യസഞ്ചാരിയായ പി.ടി. യൂനുസ് ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അതിൻ്റെ ചരിത്രവും ജനിതകവും രാഷ്ട്രീയവും സംസ്കാരവും സംസ്കൃതിയും നന്നായി പഠിച്ചാണ് നടത്തുന്നതും എഴുത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കുന്നതുമെന്ന് അവർ പറഞ്ഞു. ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ എന്ന് പറഞ്ഞ പുസ്തകം, ഈ പുസ്തകം ശരിക്കും നിത്യസഞ്ചാരിയായ ഒരാളാണ് ശ്രീ യൂനുസ്. ഈ ഭാഷയുടെ സൗന്ദര്യം കൊണ്ട് ഈ പുസ്തകം നമ്മൾ എത്ര വായിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിന്റെ കണ്ണീരുണങ്ങാത്ത ബോസ്നിയ എന്ന പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്, യൂനുസ് സാഹിബിന്റെ. അപ്പൊ അത് ശരിക്കും അദ്ദേഹം ഒരു കാമുകിയെ പ്രണയരസത്തോടു കൂടി സമീപിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അപ്പൊ ഈ ഭാഷയുടെ സൗകുമാര്യത്തെ കുറിച്ച് ഞാൻ പറയാണ്. പിന്നെ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്, കാരണം ഈ പുസ്തകത്തില് അദ്ദേഹം തന്റെ സഹധർമ്മിണിക്കും ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയ സഹധർമ്മിണിക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പുന്നക്കൻ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ചിരന്തന ചെയർമാൻ ഡോക്ടർ പി.കെ. പോക്കർ, അബ്ദു ശിവപുരം, എം.സി.എ. നാസർ, അഹമ്മദ് ഷരീഫ്, ഗ്രന്ഥകാരൻ പി.ടി. യൂനുസ്, ബഷീർ തിക്കോടി, രമേശ് പെരുമ്പിലാവ്, സലീം അയ്യനേത്ത്, ഡോക്ടർ മുനീബ് മുഹമ്മദ് അലി, മുനാഷ് മുഹമ്മദ് അലി, സിദ്ദീഖ് കുട്ടിക്കാട്ടൂർ, ബുക്ക് ആൻഡ് പ്രിന്റ് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ പി.ടി. യൂനുസ് മറുപടി പ്രസംഗം നടത്തി. ഈ പുസ്തകത്തിൽ മറ്റ് പല ദേശങ്ങളിലൂടെയും എൻ്റെ യാത്ര ഒരു രാജ്യത്തിൻ്റെ കൗതുകങ്ങളെ പരിചയപ്പെടുത്തുക എന്നതല്ല, ആ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ആ വംശചരിത്രത്തിൻ്റെ സംഘടനകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളെ എഴുതി വെച്ചതാണ്. ഉമ്മിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.